നമസ്കാരം, ഏവർക്കും അമി മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലൂസിഫർ എന്ന സിനിമയെക്കുറിച്ചാണ്. റെക്കോർഡ് കളക്ഷനുമായി മോഹൻലാലിൻ്റെ ലൂസിഫർ തിയേറ്ററുകൾ കീഴടക്കുന്നു. മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായി തകർത്താടി. രാഷ്ട്രീയക്കാരനായി വേഷമിട്ട ലൂസിഫർ ആവേശത്തോടെ തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് തൻ്റെ സിനിമയെ ജനങ്ങൾ ഏറ്റെടുത്തതിന് നന്ദി പറഞ്ഞു. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ലൂസിഫർ. എന്നാൽ അരങ്ങേറ്റത്തിൽ തന്നെ തൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ്. പൃഥ്വിയുടെ ആരാധകരും അതിലേറെ ആവേശത്തിലാണ്. കേരളത്തിൽ മാത്രമല്ല, മറ്റിതര സംസ്ഥാനങ്ങളിലും ചിത്രത്തിന് ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത്. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ചിത്രത്തിൽ മഞ്ജു വാര്യർ ആണ് നായിക. ഈ ചിത്രത്തിൽ ടൊവിനോ തോമസ് വളരെ പ്രാധാന്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ടൊവിനോ തോമസിനെ പറ്റി ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. കൂടാതെ വിവേക് ഒബ്രോയ്, ഇന്ദ്രജിത്ത്, സച്ചിൻ എന്നിവർ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ജിതിൻ രാമദാസ് എന്ന കഥാപാത്രത്തെയാണ് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്നത്. മീശയില്ലാതെ കലിപ്പ് ലുക്കിൽ സർക്കാർ വാഹനത്തിലിരുന്ന് പുറത്തേക്ക് നോക്കുന്ന താരത്തിൻ്റെ പുതിയ ലുക്ക് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. 26 ദിവസങ്ങൾ കൊണ്ട് 26 കഥാപാത്രങ്ങളുടെ പോസ്റ്ററുകൾ പുറത്തിറക്കുമെന്ന് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 23ാമത്തെ പോസ്റ്ററാണ് ടൊവിനോയുടെ കഥാപാത്രത്തിൻ്റേത്. മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെയും മഞ്ജു വാര്യർ നായികയായും ബോളിവുഡ് നടൻ വിവേക് ഒബ്രോയ് പ്രതിനായകനുമായാണ് ഈ സിനിമയിലെത്തുന്നത്. ഇതിനോടകം തന്നെ കേരളത്തിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും ഈ സിനിമയ്ക്ക് ഗംഭീര വരവേൽപ്പാണ് ജനങ്ങൾ കൊടുത്തത്. മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായി എത്തുന്ന കഥാപാത്രമായി മഞ്ജു വാര്യർ നായികയായും ബോളിവുഡ് നടൻ വിവേക് ഒബ്രോയ് പ്രതിനായകനുമായി എത്തുന്ന വാർത്തകൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഇന്ദ്രജിത്തും